എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാണ്ഡവരും കൗരവരും കുരുക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തെ പറ്റിയാണ്. ഇത് അടുത്തത് 10-ാം ദിവസത്തെ യുദ്ധമാണ്. രണ്ടു കൂട്ടർക്കും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു ദിവസം പാണ്ഡവർക്കാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നതെങ്കിൽ അടുത്ത ദിവസം കൗരവർക്കാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നത്. രണ്ടു കൂട്ടരും തമ്മിലുള്ള ഈ യുദ്ധത്തിൽ ഭീഷ്മനാണ് കൗരവ സൈന്യങ്ങളുടെ സൈന്യാധിപൻ. ഇവിടെ ദൃഷ്ടദ്യുമ്നനാണ് പാണ്ഡവരുടെ സർവ്വസൈന്യാധിപൻ. അപ്പം യുദ്ധം 10-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇനി എങ്ങനെയെങ്കിലും ഭീഷ്മരെ പടക്കളത്തിൽ വീഴ്ത്തിയാലേ കൗരവരെ ജയിക്കാൻ പാണ്ഡവർക്ക് കഴിയൂ എന്നവർക്ക് മനസ്സിലായി. അതിനുവേണ്ടി അവരെ വാത്സല്യപൂർവ്വം വളർത്തിയ പിതാമഹനായ ഭീഷ്മരുടെ അടുത്ത് പാണ്ഡവർ രാത്രി ആ സമയത്ത് പോയി സംസാരിച്ചു. അതിനു വേണ്ടുന്ന പോംവഴികൾ അതെല്ലാം അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അർജുനൻ ആകപ്പാടെ വേവലാതിയായി. തൻ്റെ മുത്തച്ഛനെ എങ്ങനെയാണ് താൻ കൊല്ലുന്നത് എന്നുള്ള ഒരു വേവലാതി. അച്ഛനില്ലാത്ത സ്ഥാനത്ത്, അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളെ വളർത്തി വലുതാക്കി എല്ലാ സനാതന ധർമ്മങ്ങളെ പറ്റിയും പറഞ്ഞു തന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നുള്ള ഒരു ചിന്താഭാരം അർജുനുണ്ടായി. ആ സമയം വാസുദേവൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഭീഷ്മനെ പടക്കളത്തിൽ വീഴ്ത്തിയല്ലാതെ കൗരവരെ ജയിക്കാൻ സാധ്യമല്ല എന്നുള്ള വിവരം പറയുകയും ചെയ്തു. ക്ഷത്രിയൻ യുദ്ധം ചെയ്യുമ്പോൾ എതിർ നിൽക്കുന്നത് ആരായാലും സ്വന്തം ബന്ധങ്ങൾ നോക്കാതെ യുദ്ധം ചെയ്യുന്നതാണ് ക്ഷത്രിയന്റെ കർത്തവ്യമെന്ന് വാസുദേവൻ ഉപദേശിക്കുന്നു. മാത്രമല്ല, വാസുദേവനോട് പല പ്രാവശ്യം അർജുനൻ ശപഥം ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ ഭീഷ്മനെ കൊന്നുകൊള്ളാമെന്ന്. അപ്പൊ ആ വിവരവും കൂടെ അദ്ദേഹം അർജുനനെ ഓർമ്മിപ്പിക്കുന്നു. അതനുസരിച്ച് അർജുനൻ സമ്മതിച്ച് അദ്ദേഹത്തിന്റെ അലസ്യഭാവമെല്ലാം വിട്ട് അവര് രാത്രി ഉറങ്ങാൻ പോയി. അടുത്ത 10-ാമത്തെ ദിവസം പുലർകാലത്തിൽ ഉള്ള യുദ്ധത്തെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അടുത്ത ദിവസം ആദിത്യന്റെ കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ പാണ്ഡവർ സൈന്യങ്ങളോടുകൂടി ആർത്തു വിളിച്ചുകൊണ്ട് പോർക്കളത്തിൽ എത്തി. പെരുമ്പറ, ശംഖ്, ദുന്ദുഭി, കൊമ്പ്, കുഴൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളിൽ പുറപ്പെട്ട ഘോരനാദം ദിഗന്ധങ്ങളിൽ മുഴങ്ങി. പാണ്ഡവർ അന്ന് പൂർവാധികം ഉത്സാഹഭരിതരായിരുന്നു. അധികം താമസിക്കാതെ കൗരവരും പടക്കളത്തിലെത്തി. തലേ ദിവസം ഭീഷ്മർ പാണ്ഡവർക്കുണ്ടാക്കിയ കനത്ത നാശനഷ്ടങ്ങൾ കൗരവരുടെ മനോവീര്യത്തെ വർദ്ധിപ്പിച്ചിരുന്നു. ഇന്നും ഭീഷ്മന്റെ പരാക്രമം തുടരുമെന്നും അതോടുകൂടി പാണ്ഡവപ്പട നിശേഷം നശിക്കുമെന്നും ദുര്യോധനൻ വിശ്വസിച്ചു. ഭീഷ്മർ വ്യൂഹം ചമച്ച് കൗരവ പ്രമുഖരെ എല്ലാം മർമ്മസ്ഥാനങ്ങളിൽ നിർത്തി. പാണ്ഡവ സൈന്യത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് ശിഖണ്ഡിയെ കണ്ടപ്പോൾ ഭീഷ്മരുടെ ആവേശം ആറിത്തണുത്തു. പെണ്ണായി ജനിച്ച് ആണായി തീർന്ന ലക്ഷണം കെട്ട ഇവനോട് യുദ്ധം ചെയ്യുന്നത് അപമാനകരമാണെന്ന് അദ്ദേഹത്തിന്റെ ചിന്ത. അതുമൂലം തുടക്കത്തിൽ തന്നെ ഭീഷ്മരുടെ ഉന്മേഷം നഷ്ടപ്പെട്ടു. ശിഖണ്ഡിയാണ് പാണ്ഡവ സേനയുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഭീമൻ, അർജുനൻ, ദൃഷ്ടദ്യുമ്നൻ, മാദ്രീപുത്രന്മാർ തുടങ്ങി എല്ലാവരും മുന്നണിയിൽ തന്നെ ഉണ്ട്. തലേ ദിവസം തങ്ങൾക്കേറ്റ പരാജയത്തിന് പകരം വീട്ടുമെന്ന വിധത്തിൽ ശക്തമായ ഒരു ആക്രമണമാണ് പാണ്ഡവർ നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. പാണ്ഡവ സൈന്യം കൗരവ നിരയിലേക്ക് കുതിച്ചു കയറി കൗരവ സൈന്യത്തിന്റെ വലിയൊരു ഭാഗത്തെ നശിപ്പിച്ചു. ശേഷിച്ചവർ ചിന്നിച്ചിതറി. പ്രഭാതത്തിൽ യുദ്ധ ആരംഭത്തിൽ തന്നെ കൗരവർക്കേറ്റ ആഘാതം ഭീഷ്മരുടെയും ദ്രോണരുടെയും ഉദാസീനത കൊണ്ടാണെന്ന് ദുര്യോധനൻ വിശ്വസിച്ചു. ആവലാദികളുമായി ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്തെത്തി. തന്റെ ജീവൻ വെടിഞ്ഞ് യുദ്ധം ചെയ്തിട്ടും ദുര്യോധനൻ തൃപ്തനല്ലെന്ന് കണ്ട് ഭീഷ്മർക്ക് കോപമടക്കാനായില്ല. എങ്കിലും വളരെ പണിപ്പെട്ട് ആ ക്രോധമടക്കി ജീവിതം മുഴുവൻ ഹസ്തിനപുരത്തിൽ രാജകൊട്ടാരത്തിൽ കഴിച്ചുകൂടിയ തനിക്ക് കൗരവരോട് കടപ്പാടുണ്ടെന്ന് അദ്ദേഹം ഓർത്തു. ഉത്തമർണനായ ദുര്യോധനന്റെ മുമ്പിൽ താൻ ഒരു അധമർണനായി തീർന്നു. അതുകൊണ്ട് ദുര്യോധനൻ കൂടെ തന്നോട് ആവലാതിപ്പെടുന്നതും അമർഷം പ്രകടിപ്പിക്കുന്നതെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മുഖ്യ ശത്രുക്കളായ പാണ്ഡവരെ കൊന്നൊടുക്കാൻ ഞാൻ ശ്രമിക്കാം. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ പാണ്ഡവർ, ആരെങ്കിലും ഒരു കൂട്ടർ ഇന്ന് നശിക്കും. ഞാനും പാണ്ഡവന്മാരും കൂടി ജീവിച്ചുകൊണ്ട് ഇന്നത്തെ യുദ്ധം അവസാനിക്കില്ല
അത് അങ്ങയ്ക്ക് വിശ്വസിക്കാം എന്ന് അവസാനം ദുര്യോധനോട് ക്ഷമകെട്ട് ഭീഷ്മർ പറഞ്ഞു. ക്ഷണനേരം കൊണ്ട് ഭീഷ്മരുടെ ഭാവം മാറി. തീക്ഷ്ണമായ മുഖഭാവം കൊണ്ട് അദ്ദേഹം അന്തകതുല്യനായി തീർന്നു. ചിന്നിച്ചിതറിയ സൈന്യങ്ങളെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയില്ല. അഴിഞ്ഞ വ്യൂഹബന്ധനം ഉറപ്പിക്കാൻ ശ്രമിച്ചുമില്ല. അദ്ദേഹം ശത്രു സംഹാരത്തിന് ഒരുമ്പെട്ടു. അപ്പം ചിന്നിച്ചിതറിയ സൈന്യങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിക്കാനും നിന്നില്ല, അദ്ദേഹം വ്യൂഹം ചമയ്ക്കാനും നിന്നില്ല. നേരിട്ട് ശത്രുക്കളോട് എതിരിടാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പോർക്കളമാകെ എത്തത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന്റെ വില്ലിൽ നിന്ന് ശരങ്ങൾ പാഞ്ഞു. കൂട്ടം കൂട്ടമായി പാണ്ഡവ സൈന്യം നിലംപതിക്കാൻ തുടങ്ങി. ഭീമാർജുനന്മാരും ശിഖണ്ഡിയും മറ്റു പാണ്ഡവ നേതാക്കളും അദ്ദേഹത്തോടെ ഏറ്റുമുട്ടി. അവരുടെ ബാണങ്ങളെ ലാഘവത്തോടെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എതിരാളികളിൽ ശരങ്ങൾ വർഷിച്ചു. ദുര്യോധനൻ, അനുജന്മാർ, ദ്രോണർ, അശ്വത്ഥാമാവ്, ശല്യർ, ഭഗദത്തൻ, ഭൂരിശ്രവസ്, അലംബുഷൻ തുടങ്ങിയ നേതാക്കന്മാർ ഭീഷ്മനെ വലയം ചെയ്തിരുന്നു. അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു. തന്നെ എതിർക്കാൻ കഴിവുള്ളവർ ആരും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ തലേ ദിവസത്തേക്കാൾ ശക്തമായി തന്റെ എതിരാളികളെ സംഹരിക്കാൻ തുടങ്ങി. പാണ്ഡവർ ഭീഷ്മരുടെ ആക്രമണത്തെ പ്രതിരോധിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രത്യാക്രമണത്തിന് അവർക്ക് കഴിഞ്ഞില്ല. ഭീഷ്മരുടെ ആക്രമണത്തെ അവർ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു. അക്കാര്യം അവർ വിജയകരമായി ചെയ്തു. പാണ്ഡവ സൈന്യത്തെ ഏറെ തകർത്തെങ്കിലും നേതാക്കന്മാരെ ഒന്നും ചെയ്യാൻ ഭീഷ്മർക്ക് കഴിഞ്ഞില്ല. അവരെല്ലാം ഒത്തുചേർന്ന് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മരെ വീഴ്ത്തുകയെന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ശിഖണ്ഡി മുന്നോട്ടടുത്തപ്പോൾ കൗരവരിൽ ചിലർ വന്ന് അയാളോട് ഏറ്റുമുട്ടി. അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, അഭിമന്യു, സഹദേവൻ, യുധിഷ്ഠിരൻ എന്നിവരൊക്കെ ഭീഷ്മരെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കാർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് എത്താൻ കഴിയാത്തവണ്ണം കൗരവർ അവരെ തടഞ്ഞു. ഇവരൊക്കെ ഭീഷ്മരെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കാർക്കും അദ്ദേഹത്തിനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. കൗരവർ അദ്ദേഹത്തെ തടഞ്ഞു. ദുശാസനൻ അർജുനനോട് എതിരിട്ടു. ഈ സമയം ഭീഷ്മർ തന്റെ സംഹാര താണ്ഡവം തുടർന്നു. പാണ്ഡവ സൈന്യത്തെ സംഹരിച്ചുകൊണ്ടിരുന്നു. ഭീഷ്മന്റെ അവസാനത്തെ യുദ്ധമാണിതെന്ന് പാണ്ഡവർക്കറിയാം. ഇന്ന് തനിക്ക് പോർക്കളത്തിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടി വരില്ലെന്നും ഇത് തന്റെ അവസാനത്തെ യുദ്ധമാണെന്നും ഭീഷ്മർ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അണയാൻ പോകുന്ന അഗ്നി ആളിക്കത്തുന്നത് പോലെ ഭീഷ്മർ തന്റെ അറ്റകൈ പ്രയോഗിച്ച് ആയോധനം നടത്തുകയാണ് ചെയ്തത്. എതിരാളികളുടെ കൊടിമരം മുറിച്ചിട്ടും കുതിരകളെ കൊന്നും രഥങ്ങളെ തകർത്തും കൗന്ദേയൻ അജയ്യരാണെന്ന് തെളിയിച്ചു. അതുകണ്ട് ദുര്യോധനൻ ദ്രോണരെയും മഗധ രാജാവിനെയും കൂട്ടി പാണ്ഡവ സൈന്യത്തെ എതിർക്കാൻ നിയോഗിച്ചു. എന്നാൽ ആചാര്യനും ശിഷ്യരെ ജയിക്കാൻ കഴിഞ്ഞില്ല. ഭീമാർജുനന്മാരുടെ കുതിച്ചുകയറ്റം തടയാൻ ഗത്യന്തരമില്ലാതെ ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്തേക്ക് ഓടി. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഭീഷ്മർ വലിയ ഒരു സൈന്യവ്യൂഹത്തോടു കൂടി ഭീമാർജുനന്മാരെ എതിരിടാൻ തയ്യാറായി. ഭീഷ്മരെ നേരിടാനുള്ള അവസരം ലഭിച്ചപ്പോൾ ഭീമാർജുനന്മാരുടെ വീര്യം ശതഗുണീഭവിച്ചു. അപ്പോഴേക്കും ശിഖണ്ഡിയും യുധിഷ്ഠിരനും സാത്യകിയും അഭിമന്യുവും നകുല സഹദേവന്മാരും ദൃഷ്ടദ്യുമ്നനും ഭീമാർജുനന്മാരുടെ സഹായത്തിനെത്തി. തദവസരത്തിൽ ദൃഷ്ടദ്യുമ്നൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഹാ മഹാസൈനികരെ, അദൃശ്യനായ സവ്യസാചി ഭീഷ്മരോട് എതിരിടുന്നു. ഓടിച്ചെല്ലുവിൻ, പേടിക്കേണ്ട, നിങ്ങളെ ഭീഷ്മർ തൊടില്ല. പോരിൽ അർജുനനോട് എതിർക്കാൻ ഇന്ദ്രന് പോലും സാധ്യമല്ല. വീരന്മാരെ കുതിക്കുവിൻ, വായുവിൽ പാഞ്ഞു ചെല്ലുവിൻ. 10 ദിവസമായി അനേകം സഹസ്രം യോദ്ധാക്കളെ കാലപുരിക്കയച്ച ഭീഷ്മന്റെ മനസ്സിൽ ജീവിതത്തോട് വിരസത തോന്നി. ഇനിയും അധികം മാനവശ്രേഷ്ഠന്മാരെ ഒന്നും ഞാൻ കൊല്ലുന്നില്ലെന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ചു. ഈ അവസരത്തിൽ ഭീഷ്മന്റെ മുന്നിലെത്തിയിരുന്നു യുധിഷ്ഠിരൻ. അദ്ദേഹം യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ വളരെയേറെ മനുഷ്യരെ കൊന്നു. എന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ജീവിതം മടുത്തു തുടങ്ങി. അതുകൊണ്ട് എന്നെ കൊല്ലാൻ പ്രയത്നിക്കൂ. അർജുനൻ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മനോട് പോരാടാൻ തുടങ്ങി. ശിഖണ്ഡി നിമിഷം തോറും കൂർത്തുമൂർത്ത അസ്ത്രങ്ങൾ ഭീഷ്മരുടെ നേർക്ക് അയച്ചു തുടങ്ങി. സകല ഭാഗത്തു നിന്നും ഭീഷ്മരുടെ നേർക്ക് ബാണങ്ങൾ വന്നുകൊണ്ടിരുന്നു. അർജുനനെയും ശിഖണ്ഡിയുടെയും ശരങ്ങൾ യുധിഷ്ഠിരൻ
സ്ഥിരമായി ഉറച്ചു നിന്നുകൊണ്ട് കൊള്ളുക തന്നെ ചെയ്തു. തന്റെ സമീപത്തുണ്ടായിരുന്ന ദുശാസനനോട് ഭീഷ്മർ പറഞ്ഞു, എന്റെ മേൽ പതിക്കുന്ന ശരങ്ങളൊന്നും ശിഖണ്ഡിയുടേതല്ല. മർമ്മഭേദകമായ ഈ അസ്ത്രങ്ങൾ അർജുനന്റേതാണ്. പാണ്ഡവപ്പട ഭീഷ്മരെ വളഞ്ഞു. കൗരവർക്ക് ഭീഷ്മന്റെ തേരിന്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. ഭീഷ്മരെ നിഗ്രഹിക്കാൻ ഇതിലും നല്ല അവസരമില്ല എന്ന് മനസ്സിലാക്കിയ ശിഖണ്ഡിയും അർജുനനും നിരന്തരം അസ്ത്രം പ്രയോഗിച്ചുകൊണ്ടിരുന്നു. ഭീഷ്മന്റെ ശരീരം മുഴുവൻ മുറിഞ്ഞു, പോർച്ചട്ടയാകെ പൊളിഞ്ഞു, ശരജാലം ദേഹമാസകലം കുത്തി തറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ കാലുകൾ രഥത്തിൽ ഉറയ്ക്കാതെയായി. രഥത്തിന്റെ കൊടിമരത്തിൽ പിടിക്കാനായി കൈകൾ ഉയർത്തി, എന്നാൽ പിടികിട്ടിയില്ല. അദ്ദേഹം താണു തളർന്ന് തേരിൽ നിന്ന് രണഭൂമിയിലേക്ക് പതിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം ഭൂമിയെ സ്പർശിച്ചില്ല. തേരിന് ചുറ്റും ചിന്നിച്ചിതറി കിടന്നിരുന്ന ശരങ്ങൾ ഒരു ശയ്യ പോലെ വിരിക്കപ്പെട്ടിരുന്നു. ഭീഷ്മർ ആ ശരശയ്യയിൽ കിടന്നു. കിഴക്കോട്ട് തലവെച്ചു കിടന്നു. സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കുന്ന ദക്ഷിണായ കാലമായിരുന്നു അത്. മഹാത്മാവായ ഒരാൾക്ക് ശരീരത്യാഗത്തിന് പറ്റിയ കാലമല്ല ദക്ഷിണായ കാലം. എവിടെ നിന്നോ കുറെ അരയന്നങ്ങൾ ഭീഷ്മരെ വട്ടമിട്ട് പറന്നു. അവറ്റകളെ എന്തൊക്കെയോ ശബ്ദിച്ചു. തന്റെ മാതാവ് ഗംഗാദേവി ഋഷികളെ അയച്ച് ദക്ഷിണായ കാലം ഓർമ്മിപ്പിക്കാനാണെന്ന് ഭീഷ്മന് മനസ്സിലായി. ഭീഷ്മൻ പറഞ്ഞു, എന്റെ അച്ഛൻ തന്ന വരം കൊണ്ട് ഞാൻ സ്വച്ഛന്ത മൃത്യുവാണ്. സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുന്ന ഉത്തരായന കാലം വരെ ഞാൻ പ്രാണൻ വെടിയുകയില്ല. അതുവരെ ഞാൻ ഇവിടെ തന്നെ കിടക്കും. അരയന്നങ്ങൾ പറന്നുപോയി. ഭീഷ്മർ വീണു എന്നറിഞ്ഞപ്പോൾ പാണ്ഡവപ്പട സന്തോഷിച്ചു. കൗരവർ ജീവനില്ലാത്ത പ്രതിമകൾ പോലെയായി. അവരുടെ മുഖം വാടി. ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ വയ്യാത്ത നിലയിൽ എല്ലാവരും സ്തംഭിച്ചു നിന്നു. ദുശാസനൻ ഓടിപ്പോയി ദുഃഖവാർത്ത ദ്രോണരെ അറിയിച്ചു. അദ്ദേഹം ഏതാനും നിമിഷത്തേക്ക് ബോധരഹിതനായി. ബോധം തെളിഞ്ഞ അദ്ദേഹം ഭീഷ്മ സന്നിധിയിലേക്ക് എത്തി. പോർക്കളം മുഴുവൻ നിശബ്ദത പാലിച്ചു. എല്ലാവരും ആയുധം താഴ്വെച്ചു. ഭീഷ്മർ വീണ ഉടനെ ഭൂമി ഇരമ്പി. സൂര്യൻ അസ്തമിച്ചില്ലെങ്കിലും പ്രഭ മങ്ങി. വായു നിശ്ചലമായി. ഇവൻ ബ്രഹ്മജ്ഞ സത്തമനാണ്, ഇവൻ പുരുഷ ശ്രേഷ്ഠനാണ്. ഇപ്രകാരം പറഞ്ഞ ഭൂതഗണങ്ങളും സിദ്ധചരണന്മാരും മഹർഷിമാരും ഭീഷ്മരെ വാഴ്ത്തി. കൗരവരും പാണ്ഡവരും ഭീഷ്മ സന്നിധിയിലെത്തി. ആസന്ന മരണനായി ശരശയ്യയിൽ കിടക്കുന്ന തങ്ങളുടെ പിതാമഹന്റെ ചുറ്റിലും കണ്ണീർ പൊഴിച്ചുകൊണ്ട് എല്ലാവരും നിലയുറച്ചു. ഭീഷ്മർ എല്ലാവരോടായി പറഞ്ഞു, ഹേ മഹാന്മാരെ, രഥീന്ദ്രന്മാരെ, നിങ്ങൾക്ക് സ്വാഗതം. ദേവതുല്യരായ നിങ്ങളെ കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭീഷ്മരുടെ ശിരസ് ഒരു ഭാഗത്തേക്ക് തൂങ്ങിപ്പോയി. ഭീഷ്മർ പറഞ്ഞു, എന്റെ തല വല്ലാതെ തൂങ്ങുന്നു, ഉപദാനം തന്നാലും. ദുര്യോധനൻ ഉടൻ തന്നെ സൈനികരെ ഓടിച്ച് പട്ടുതലയണകൾ വരുത്തി. ഇത് കണ്ട് ഭീഷ്മർ ചിരിച്ചു. വിചിത്രമായ തലയണകൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്നും വീരശയ്യയ്ക്ക് യോജിച്ചതല്ല. അടുത്ത് നിന്ന സവ്യസാചിയെ സാകൂതം നോക്കി. ഉണ്ണി ധനഞ്ജയ, നീ കാണുന്നില്ലേ എന്റെ ശിരസ് തൂങ്ങുന്നത്? ഉചിതമായ ഒരു ഉപദാനം തരൂ, അദ്ദേഹം അർജുനനോട് നിർദ്ദേശിച്ചു. അർജുനൻ ഗാന്ധീവം കയ്യിലെടുത്ത് കണ്ണടച്ച് അല്പനേരം ധ്യാനിച്ചു നിന്നു. അതിനുശേഷം 3 ശരങ്ങളെടുത്ത് ഗാന്ധീവത്തിൽ തൊടുത്തുവിട്ടു. ആ ശരങ്ങൾ ഭീഷ്മന്റെ തല കീഴിൽ പോയി ആ ശിരസിനെ താങ്ങി നിർത്തി. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, അർജുന, എന്റെ ശയനത്തിന് അനുയോജ്യമായ ഉപദാനം നീ നൽകി. ക്ഷത്രിയൻ പോർക്കളത്തിൽ ഇപ്രകാരം ശരതൽപ്പത്തിൽ കിടക്കണം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.